ഗായ്സ് നാട്ടിൽ നിന്ന് നമ്മൾ വയലട വ്യൂ പോയിന്റ് കാണാനായിട്ട് പോകുന്ന അവിടെ നിന്ന് നമ്മളിവിടെ എത്തി നല്ലൊരു എത്തി കാലുത്തിയപ്പോക്കിന് മഴ നിന്ന് മുടുത്തമിട്ട മഴ. പിന്നെ ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ശോഭ ചേച്ചിൻ്റെ ചായക്കടയിൽ കയറിയിട്ട് നല്ല കട്ടൻ ചായയും കുടലും ചാമ്പക്കൊക്കെ കിട്ടി. അപ്പോൾ അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. കേടാ ഒരു വിരുന്നേരം വരുമ്പോ എങ്ങനാ ഇടാ ചേച്ചിന്റെ പേരെന്താ? ശോഭന ചേച്ചി. അപ്പം ഈ വയലട എന്താ പറയാ അങ്ങോട്ട് വയലട വ്യൂ പോയിന്റിലേക്ക് വരുന്നവർ തന്നെ നമ്മളെ ശോഭന ചേച്ചിന്റെ കട ഉണ്ട്. അപ്പൊ എന്താ വേണ്ട വെച്ചാൽ ചായ ഉണ്ടാവും, ചിപ്സ് ഉണ്ട്, എന്തൊക്കെയുള്ള അപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് വരാ, വിസിറ്റ് ചെയ്യാം. ശോഭന ചേച്ചിന്റെ കട്ടൻ ചായ കുടിക്കാം. ചാമ്പക്കമാരും ഉണ്ടേ, ചായയും ചാമ്പക്കയും നല്ല കോമ്പിനേഷനാ. ചാമ്പക്കൊക്കെ വേറെ പൈസ ഉണ്ട് കേട്ടോ. എന്നിട്ട് എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്ന ചേച്ചി? ആളുകളൊക്കെ വരുത്തുണ്ടോ സ്ഥലം? നല്ല പടലിട്ട് വന്ന് നമ്മളിവിടെ കാലത്തലും മഴ ചെയ്യലും നല്ല മഴ. വ്യൂ പോയിന്റ് കുറച്ച് മുകളിലാണ്. അപ്പൊ അങ്ങോട്ട് നടന്നു പോവാണ്ട്. അപ്പോക്കിന് മഴ ഇത് ഈ സാധനം വെള്ളച്ചാട്ടം ഉണ്ടാകാണ്ട് ഈ മല കയറ്റിട്ട് ഇപ്പൊ വെള്ളം ചാടാൻ വെള്ളമില്ല, ചാട്ടുമില്ല. ഇപ്പൊ ഈ വെള്ളച്ചാട്ടം ഉണ്ട് ഈ സീറ്റിമെന്ന് വരണേ. അതന്നെ പറഞ്ഞേ. ഇവിടെ നല്ലൊരു തగ్గടിക്കണ ചേച്ചിയുണ്ട്. ചേച്ചിന്റെ പേര് പറഞ്ഞല്ലോ, ശ്യാമളേച്ചി. ശോഭേച്ചി ഉണ്ട്. അന്നെ അവിടെ കണ്ടല്ലോടാ. ഇജ എവിടെ ഉള്ള? മലപ്പുറം എവിടെ? പെരിയമ്പലോ? ഓ, എൻ്റെ അതേപോലെ ചങ്ങായിട്ട് ഞങ്ങളെ നാട്ടില്. ഇജന്നാണല്ലോ. നമ്മൾ ഇറങ്ങല്ലേ? ഞങ്ങൾ ഇറക്കി വെച്ചേ. അപ്പൊ ഞങ്ങൾക്ക് ചായ തന്ന് ഞങ്ങളെ സ്വീകരിച്ച ചേച്ചിക്ക് എല്ലാ വിധത്തിലും ഞങ്ങൾ ഹൃദയത്തിൽ തട്ടി ഒരാശംസ നേരാണ്. അപ്പൊ എന്റെയും എൻ്റെ ടീമിന്റെയും വക കേട്ടോ. ഇനിയും വരണ്ട്, ഇനിയും കാണാനും ഇവിടെ വന്ന് നിങ്ങളെ ചായ കുടിക്കാനൊക്കെ ഭാഗ്യം കിട്ടട്ടെ. ആണോ? ഇതൊക്കെയാണ് ചായ. അപ്പം ചേച്ചിന്റെ കട കേട്ടോ അത്. അപ്പൊ ശരിട്ടോ, വാ. അതിന്റെ പൈസ പോകുമ്പോ വാങ്ങിക്കൊണ്ടിട്ടോ, ചാമ്പക്കന്റെ പൈസ. എല്ലാവരും ഉണ്ട്. ഇത് തങ്കപ്പൻ ചേട്ടൻ, ഇത് സുകുമാരൻ ചേട്ടൻ. കടയുണ്ട് നിങ്ങല്ലേ? ആടെ പോന്നോട്ടെ, ആരും ഇല്ലാഞ്ഞിട്ടല്ലേ, കുഴപ്പമില്ല. അപ്പൊ നമ്മള് പോകട്ടാ, പോയേക്കാം. അവന് വെള്ളത്തിൽ ചവിട്ടാൻ പാടില്ല. കൂടെ വന്ന നമ്മള് ചങ്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കേട്ടോ. ഇതാണ് ശരത്ത് എന്ന ബിച്ചു. ഇത് ബിച്ചുവിന്റെ ചെങ്ങായി. ഇതിപ്പോ നമ്മളെ ചെങ്ങായും കൂടി ആയിട്ടാ ബബീഷ്. അത് പിന്നെ അഖിൽ മാരാർ ഭഗമോൺ. ഇതാണ് നമ്മളെ അഖിൽ 3D. അപ്പം എല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായി നമ്മൾ ഇനിയും വരും. ഇതിൽ പോണില്ല ഇനി വരാനേ. ഏറ്റവും വലിയ വിജയം എന്താ വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാലും ചിരിക്കും. ചിരിക്കാക്കിയേ അതാ, അതാണ് അവൻ്റെ പ്രത്യേകത. ഇത് വിചാരിച്ച മാറില്ല, ടടന്ന് പോകുന്ന സുഖമൊന്നുമില്ല അപ്പോൾ ഇവിടെ കയറാൻ. എന്നാലും ഇതൊക്കെ ഒരു വൈബാണ്. ഇതൊക്കെ എന്താണ് എന്ത് കണ്ടോ? മാപ്പ് അറിയാത്തവനെ മുന്നിൽ ആ കുയ്യാൻ ഇറങ്ങുന്ന പറഞ്ഞേ. അല്ലാണ്ട് ഇവിടെ എന്താണ് മുകളിൽ എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ലല്ലോ. നമ്മളെ തിരുവോണമലക്ക് പോണ ആ ഒരു ഇത് തോന്നുന്നുണ്ടോ? ആ വ്യൂ കറക്റ്റ് ആ സ്ഥലം അല്ലേ? ആ
ഇപ്പോഴെങ്കിലും എൻ്റെ കാറ്റിന് വിച്ച് സമ്മതിച്ചല്ലോ. അകി നിലത്ത് വീണോ? അവിടെ ഉണ്ടല്ലേ, അപ്പം അതൊക്കെ വരുന്നുണ്ടല്ലോടാ തൊള്ളേന്ന്. നാച്ചുറലായിട്ടുള്ള കാടിൻ്റെ ഭംഗി, നാടിൻ്റെ മണം പറയണമെങ്കിൽ പേര് എവിടേക്ക്? വയലട വ്യൂ പോയിന്റ്. ഇതെന്താ നീലക്കുയിലോ? എന്താ ഇതുവരെ കുഴപ്പമില്ല. എന്താണ് ഈ മയത്തും വെയിലെത്തുവോ? പാടൂല. ഇങ്ങനെ പോയ കവറും പാടും. ഏകദേശം 10-25 വർഷമായി. 10-25 വർഷം. അനക്കെത്ര വയസ്സപ്പോ? 25. ചുരുക്കി പറഞ്ഞാൽ പുറത്ത് ഈ പഞ്ചായത്ത് വിട്ട് പോയില്ല. താമസിച്ചിട്ടാ, ഈ പഞ്ചായത്ത് വിട്ട് പോയിട്ടില്ല. കൊണ്ടുകൊട്ടി ആകെ പോയത് മഞ്ചേരിക്കാ. അതെ. ഓ, അത്യാവശ്യം നല്ല ഏരിയ കേട്ടോ. നിങ്ങൾ കണ്ടില്ല തന്നെ അവസ്ഥ അവിടുത്തെ. കാണാത്ത കാഴ്ചകൾ ആകെ കാണിച്ചു തരും. ഈ സാധനം കണ്ടോ നിങ്ങള്? ഇതെന്താ അറിയോ? ഇതിന്റെ പേരറിയോ? ഇതിന്റെ പേരെന്താ അറിയോ? ആകെ ഇതിന്റെ പേരാണ് ചേരാട്ടാ. വേറെന്താ? എന്നാ ഷൂരാട്ടെ കയറാം. കമന്റ് ഇട്ട് അറിയണോല് അതിന്റെ പേരെന്താന്നുള്ളത് പറയട്ടെ. നമുക്ക് അറിയില്ല. സർക്കാർ വനത്തിൽ അതിക്രമിച്ച് കയറുന്നത് കേരള നിയമം പ്രകാരം ശിക്ഷാർഹമാണ്. ഒക്കെ കണ്ടിട്ട് വായിച്ചിട്ട് കയറിയാൽ മതി. ഇറ്റങ്ങട്ട് കയറി മുതലായിട്ടാ. നമ്മൾ കയറി വന്ന് മുതലായി. കുറച്ച് റിസ്ക് എടുത്താലെന്താ? മോനെ ഈ വൈബാടെ ഇരുന്നാൽ കിട്ടുമോ? ആ പഞ്ചായത്ത് വിട്ടുതരാത്ത ചെങ്ങയുടെ അവിടെ ഇതവിടെ ഇരുന്നാൽ കിട്ടുമോ? പറയും കിട്ടുമോ? ആ, ഇതോള് ചീത്ത പറയും, ഓള് പണി എടുക്കും എന്നൊക്കെ പറഞ്ഞതിനായിരുന്നു. അവിടെ കിട്ടുമോ ഈ വൈബ്? ആ, അവിടെ പ്രമീൾ ഹോട്ടലിൽ ചായ അടിച്ച ഈ വൈബ് കിട്ടുമോ? എവിടെ വരണോ? വയലട. ഓട്ടടല്ല കേട്ടോ, വയലട. എന്താ ആണ് മഞ്ഞിൻ തായ്വാരത്തിൽ ഓഹോയ് പറ. കല്ലുകൾ കണ്ട് ശ്രദ്ധിച്ചു. പറയ്. അതങ്ങനെ വെള്ളം നിറച്ചോണ്ടാണ്. അല്ലേ, ഞാൻ പുതിയൊരു അറിവ് കിട്ടി വിചാരിച്ച ക്യാമറ ഒക്കെ ഓണാക്കിയാണ്. അല്ല, എൻ്റെ അടുത്ത് അത്രയൊന്നും പ്രതീക്ഷിക്കണമില്ല. അല്ലേ, എൻ്റെ അടുത്തുനിന്ന് വല്ലാന്നും പ്രതീക്ഷിക്കണമില്ല. എങ്ങനെ ഉണ്ടാക്കളെ നമ്മൾ കയറി വന്നതിനുള്ള മുതലുണ്ടാ? ആ, ഇന്ത്യൻ്റെ പുതിയൊരു അറിവ് കൂടി കിട്ടി. ഇന്ത്യൻ്റെ പൂപ്പടം ഉണ്ടത്. ഇതെങ്ങനെ ഇന്ത്യൻ്റെ പൂപ്പടം മറ്റേത് മാരിയാടി ദീപോ? അതാണ് ചാലിയാർപ്പുഴ. എനിക്കെന്തും പറയല്ല, നിങ്ങൾക്ക് ആർക്കൊന്നും അറിയാത്തോണ്ട്. പക്ഷെ അതിൽ കാണുന്നവർക്ക് അറിയാം എന്താന്നൊക്കെ. ഏത് കാണാൻ പൂജയൊക്കെ കേട്ടോ. ചെക്കൻ നടാടാണ് ഒരു വീഡിയോയിലൊക്കെ വരുന്നത്. വന്നപ്പോൾ തുടങ്ങിയാണ് ഇന്ന് വരുമോ വീഡിയോ. ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് കിട്ടണ്ടേ. നീ ഇങ്ങോട്ട് നോക്കി അന്ന എനിക്ക് തന്നെ കാണാലോ. എന്താ എൻ്റെ ആംബിയൻസ് ഇവിടുത്തെ? ഇതെന്താ എൻ്റെ വന്നതിന് മുതലായിണോ? പറയിച്ചോ? എനിക്ക് പ്രകൃതം പറയാണെന്നില്ല, അടിപൊളിയായിട്ടുണ്ട്. എന്നാ പറയണ്ട, ഇജ്ജ് പറ. എനിക്ക് എന്താ പറയാനുള്ളത്? എന്നാ ഇജ്ജ് എവിടുന്നാ വരുന്നത്? കോഴിക്കോട് നിന്നല്ലേ? മലപ്പുറത്ത് നിന്ന്. ഇത് എവിടെ ജില്ലയിലാ അറിയോ? കോഴിക്കോട് ജില്ല. ഇത് കോഴിക്കോട് ജില്ല തന്നെടാ. ആകേക്ക് പിന്നെ ആൾക്കാരാ. ഇപ്പം ഇജ്ജ് നോക്കിയതാ? ഗൂഗിൾ നോക്കിയതാ? കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാവരും ഉണ്ട്.
ഈ പല തുള്ളി പെരുവെള്ളം കിട്ടുന്നില്ലേ? ഇവിടെ പല തുള്ളി ആ ഉച്ച പറഞ്ഞത് ഇപ്പോഴെത്തി. ഒരു ചിറകുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞുണ്ടോ? എത്ര ദൂരം ചിറക് എവിടെ നിൽക്കും അവിടെ വരെ. ഈ ഒരു സുഖം എടുക്കുന്നോടാ. തലർക്കി ഒറ്റ വകയിലേക്കാലോ. കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് വ്ളോഗ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പം എന്തായാലും ഇവിടേക്ക് വരേണ്ട വയലട എന്ന് വ്യൂ പോയിന്റിൽ നിന്ന് മാപ്പിൽ അടിച്ചാൽ തന്നെ ഏകദേശം ബാലുശ്ശേരിയിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. താമരശ്ശേരിയിൽ നിന്ന് ഒരു 20 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും വരിക, ആസ്വദിക്കുക. ലൈഫ് ഒന്നുള്ളൂ ചങ്ങായിമാരെ, ലൈഫ് ഒന്നുള്ളൂ. അത് ആസ്വദിക്കുക. നമ്മളിവിടെ വന്നിട്ട് ഇതേപോലെ നമ്മൾ കാടിനോട് നാടിനോടൊക്കെ ഒന്ന് പ്രകൃതിനോട് അടങ്ങിയിരിക്കുക. അത്രേ ഉള്ളൂ പറയാൻ. നമ്മൾ എന്നാ പോകണേ എങ്ങനെ വരുന്നതെന്ന് അറിയില്ല. ഈ ചെറിയ കാലഘട്ടങ്ങളിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമൊക്കെ ആസ്വദിക്കുക, പോകാൻ പറ്റിയ ഇടങ്ങളിലൊക്കെ പോവാം. ഈ ചെറിയ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അപ്പം ഏറെക്കുറെ ഋഷി വേൾഡ്. ഇത് ഷാറുഖാൻ്റെ മറ്റേതാട്ടോ. എല്ലാവരും ചെയ്താൽ ഷാറുഖാനെ, നമ്മൾ ചെയ്താൽ എന്താവും അറിയില്ല. എന്തായാലും അടിപൊളി. നിൽക്കുന്ന എത്ര ഹൈറ്റിലാണെന്നറിയോ. ഇത് കണ്ടാണ്ട് ആരും വരാൻ നിൽക്കണ്ട കേട്ടോ, കാരണം നിൽക്കണ്ട. നമ്മളിതിനെ കുറച്ച് സാഹസഗതിയും നമ്മളെ സ്വന്തം റിസ്കിൽ ഞാൻ അങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആരും കയറരുത് കേട്ടോ. അത്യാവശ്യം നല്ല തയ്ച്ചുണ്ട്. ആണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല, വാരേണ്ടി വരും. കാരണം അത്രയും ഏകദേശം ഒരു എത്ര ഹൈറ്റ് എന്നല്ല, ഏകദേശം 400 അടിൻ്റെങ്ങാണ്ട് കൂടുതൽ ഹൈറ്റ് ഉണ്ടാവും. പിന്നെ ഇതൊരു സംഭവം മക്കളെ, അടിപൊളി വൈബ്, നല്ല ക്ലൈമറ്റ്. ഇവിടെ നിന്നാൽ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാനുള്ള മൂടുണ്ടാവില്ല, കാരണം അത്രയും അടിപൊളി ക്ലൈമറ്റാണ്. ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസ്. ഇതൊക്കെയാണ് സ്വർഗം. മറ്റേ ഒരു പറഞ്ഞ പോലെ സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഭൂമിയിലെ സ്വർഗത്താണ് നമ്മൾ നിൽക്കുന്നത്. കേൾക്കണ്ട, കാണുന്നുണ്ട? കോട വരുന്ന കാണുന്നുണ്ട? എല്ലാം നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കട്ടോ. വയലടൻ്റെ വ്യൂസാണ് ഈ കാണുന്നത്. വയലട ആ പ്രായത്തിന് മൂത്തോല് പറഞ്ഞു കേട്ടോ. വാ പോര് അഖിലേട്ടാ, ഇതാടാ ഇറങ്ങി മതി. എനിക്ക് പോരാൻ തോന്നില്ലല്ലോ. ഇതാണ് എന്നെ ഒരു ബൈക്ക് കൊണ്ടുവരാത്ത. അഖി എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം? ടെൻ്റ് അടിച്ചാലോ? എങ്ങനെയുണ്ട് മുത്തോണേ? എൻ്റെ സാധനം ഉണ്ട് കേട്ടോ, ചെക്കൻ്റെ അടുത്ത് സാധനം ഉണ്ട്. എജ്ജാക്കണ്ട. ഇത് ശരിട്ടായി തുടങ്ങി അല്ലേ? എല്ലാവരും ഇറങ്ങി തുടങ്ങി. നമ്മൾ ഇറങ്ങല്ലടാ. ഇജെന്താ ആ മരം ആണോ പെണ്ണോ നോക്കുക? അപ്പോൾ ക്യാമറ ഒക്കെ പിടിച്ചതിൻ്റെ അടി കൊണ്ടേക്കണ്. ആ എനിക്കെന്താ പറയുക, പറഞ്ഞു എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞോ. അല്ല, ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് പല ആൾക്കാരും അത് വലിയൊരു സംഭവം കേട്ടോ. അവിടെ ഒരു ഡസ്റ്റ്ബിന്നും കാര്യങ്ങളും കൊണ്ടുവച്ചിട്ട് പോലെ എന്താണ് ആളുകള് എടുത്തുങ്ങാണ്ട് അത് സത്യമായിട്ട് നല്ലൊരു നോട്ടാട്ടോ ബിച്ചോ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്തായാലും എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്താം. ഇവിടെ വരുന്നവര് പ്ലാസ്റ്റിക് കുപ്പി അതുപോലത്തെ മാലിന്യങ്ങൾ വിച്ചൊക്കെ ഡസ്റ്റ് എന്നൊക്കെ പറയാൻ പഠിച്ച് എന്തായാലും ഇത് കളിയല്ല കേട്ടോ, തമാശയല്ല, സീരിയസ് ആയിട്ട് പറയണം. ഇവിടെ വരുന്നവര് നിങ്ങൾ നമ്മളെ നാടിനെ രക്ഷിക്കുക. കാരണം ഇനിയും തലമുറകൾക്ക് ഇനി ഇവിടെ വരാനും ഇവിടെ എന്നല്ല നമ്മളെ നാട് ഇനിയും ആസ്വദിക്കണം, കാണാത്ത കാഴ്ചകളൊക്കെ കാണാനുള്ളത്. ഇവിടെ വന്നിട്ട് ഈ കുപ്പി പ്ലാസ്റ്റിക് പാട്ട അത്രത്തോളം എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ടിന്ന് വെച്ചിട്ടുണ്ട് ഏക്കിടാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ആളുകൾ അത് ഉപയോഗിക്കാണ്ട് എല്ലായിടത്തും വേസ്റ്റാണ്, കാണുന്നിടത്തൊക്കെ വേസ്റ്റാണ്. ഇത് വേസ്റ്റ് അല്ല പറയടാ, എല്ലായിടത്തും ആ ഒരു വിഷയങ്ങളുണ്ട്. എന്തായാലും ഇത് ശ്രദ്ധയിൽ പെടുത്തുക, വരുന്നവർ ശ്രദ്ധിക്കുക, വലിയൊരു കാര്യം ചെയ്യരുത്. അപ്പോൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക, മാക്സിമം നേരത്തെ വരിക. ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്കും ഇവിടെ മാക്സിമം എത്തുക. ഒരു 5:30-6 മണിൻ്റെ ഉള്ളിൽ തിരിച്ചിറങ്ങണം. കാരണം ഇതാണ് അവസ്ഥ, നമ്മൾ പോകുന്ന വഴി ഇതാണ്. അപ്പോൾ കുറച്ച് ഇരുള് മൂടിയ വഴികളായിരിക്കും അല്ലേ, വഴികൾ. അപ്പോൾ ആ വഴികളിലൂടെ പോകുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ
കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ നോക്കുക, നേരത്തെ വരാനൊന്നും നോക്കട്ടെ. കാരണം നമ്മൾ വന്ന വൈകി കണ്ടില്ലെങ്കിൽ അപ്പോൾ ഒരു വിളിച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പാട്ടല്ലോ എന്നാ സ്റ്റാർട്ട്. പിന്നെ അല്ലാണ്ട് നമ്മളെ മണിച്ചാട്ടിന്റെ പാട്ടല്ല, പിന്നെ വേറെ പാട്ട് നമ്മൾ പാടാ. എന്നാ തുടങ്ങി. വരുത്തന്റെ ഒളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ വാരക്കമ്പാച്ചിലൊടുക്കം കിട്ടിയടി തങ്കം, ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ, തങ്കമ്മേ, ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ, പട്ടിക്കാലടി ഞാൻ കാര്യം പറയുമ്പോ വട്ടം കടിക്കല്ല തങ്കമ്മേ. ആകെ വട്ടം കടിച്ചു ഇവിടെ ചെരുപ്പ്. എല്ലാവരും വട്ടനെ വേറെ വട്ടം കടിക്കൂലെന്നാണ്. നമുക്ക് ഏകദേശം ഇരുട്ടായിട്ടോ. നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. നമ്മളെ ചെക്കൻ പറഞ്ഞ വെള്ളച്ചാട്ടം ഇവിടെയാണ് ശരിക്ക്. ഇത് കാണണ്ടോ? ഇതൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് അല്ലേ? ഇതോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. എന്താ വെച്ചാൽ ഏകദേശം 7 മണി കഴിഞ്ഞ് നേരെ നാട്ടിലോട്ട് പോവാം. അപ്പം വീണ്ടും ഞാൻ പറയണത്, നമ്മൾ വരുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ മനോഹരാക്കുന്നത് നമ്മളെ കൂടെയുള്ള ആളുകളാണ്. എന്തേ? യെസ്. അപ്പം നമ്മളെ എന്താ പറയുക, ഇനിയും നമ്മളെ ടീംസൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ പുറത്താണ്. ഇൻഷാ അള്ളാ നമ്മളെ വീഡിയോയിൽ ഇനിയും കൊണ്ടുവരും. ഒരൊക്കെ നാട്ടിലെത്തിയിട്ട് നമുക്ക് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചോ. അപ്പം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ടും നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പം സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മണിയൊക്കെ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.